ഒരിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് വന്നവർക്ക് വീണ്ടും അറ്റാക്ക് വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അടുത്തത് ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. ഏതെല്ലാം ഒഴിവാക്കണം, എന്തുകൊണ്ട്? പ്രധാനമായും ഡീഹൈഡ്രേഷൻ ഒഴിവാക്കണം. ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സാന്ദ്രത മാറുന്നതും ടോക്സിനുകൾ പുറന്തള്ളാത്തതും അണുബാധയ്ക്കും അറ്റാക്കിനും കാരണമാകും. അതിനാൽ ദിവസവും 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് എൻസൈമുകളുടെ വിസ്കോസിറ്റി കുറയ്ക്കാനും ടോക്സിനുകൾ നീക്കം ചെയ്യാനും സഹായിക്കും. എൻസൈം സാന്ദ്രത കൂടുന്നത് വീണ്ടും അറ്റാക്കിന് ഇടയാക്കും എന്നതിനാൽ പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കൃത്യമായ ഹൈഡ്രേഷൻ അത്യാവശ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് വേദ്യ ശിഖ പ്രകാശ് ആണ്. ഞാൻ പടാവ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ മുഖ്യ പ്രവർത്തകയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ പാൻക്രിയാറ്റൈറ്റിസിനെക്കുറിച്ച് ചില സാധാരണ ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യരുത് എന്നിവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിലൂടെ നൽകുന്നതായിരിക്കും. നന്ദി. ഒരു വ്യക്തിക്ക് ഒരിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അറ്റാക്ക് വരുന്നത് തടയാൻ ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആദ്യം രോഗം മനസ്സിലാക്കണം. ആദ്യ അറ്റാക്ക് പലപ്പോഴും സ്വയം നിയന്ത്രിതമായിരിക്കും, രണ്ടാമത്തെ അറ്റാക്ക് വരാതിരിക്കാം. എന്നാൽ ഇത് ആവർത്തിച്ചാൽ വീണ്ടും വീണ്ടും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ രോഗത്തിൽ എന്താണ് റിസ്ക് ഫാക്ടർ എന്ന് തിരിച്ചറിയുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ചിലർക്കു ഗാൾസ്റ്റോൺ ഉണ്ടാകാം, ചിലർക്കു മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടാകാം, ചിലരുടെ ട്രൈഗ്ലിസറൈഡ് നില ഉയർന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും മരുന്ന് കാരണവും ഇത് സംഭവിക്കാം. അതിനാൽ ആദ്യം ആ റിസ്ക് ഫാക്ടർ തിരിച്ചറിയുക, അതിനെ നിങ്ങളുടെ ദിനചര്യയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ മാത്രമേ ഇത് ബാധകമാവൂ. ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസിന്റെ റിസ്ക് ഫാക്ടർ എന്തും ആകാം, അതിനായി വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, അതനുസരിച്ച് രോഗിയെ ഗൈഡ് ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം, ഗാൾ ബ്ലാഡർ സ്റ്റോൺ പാൻക്രിയാറ്റൈറ്റിസിന് എങ്ങനെ കാരണമാകുന്നു? പാൻക്രിയാറ്റൈറ്റിസിന്റെ ഒരു പ്രധാന കാരണം ആണെന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു. ഗാൾ സ്റ്റോണിന്റെ അളവ് കൂടിയാൽ പലപ്പോഴും ഡിസ്ലിപിഡീമിയ ഉണ്ടാകാം, അതിനാൽ ഗാൾസ്റ്റോൺ രൂപപ്പെടുന്നു. ചെറിയ ചെറിയ ഗാൾസ്റ്റോണുകൾ, മൈക്രോലിറ്റ്സ് എന്ന് വിളിക്കുന്നവ, ഇവ നമ്മുടെ രക്തത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു. ഈ തടസ്സം ഉണ്ടാകുമ്പോൾ പാൻക്രിയാസ് നിർമ്മിക്കുന്ന എൻസൈമുകളുടെ ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നു, അതിനാൽ അവ സ്വയം തന്നെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നു. എൻസൈമുകൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ പാൻക്രിയാറ്റിക് ഓട്ടോഡൈഷൻ സംഭവിക്കുകയും അത് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നു. ഗാൾസ്റ്റോൺസ് തടസ്സമുണ്ടാക്കുന്നതിനാൽ അവ നീക്കം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ പാൻക്രിയാറ്റൈറ്റിസിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഗാൾസ്റ്റോൺസ്. അടുത്ത ചോദ്യം, മദ്യം പാൻക്രിയാറ്റൈറ്റിസിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് എന്തുകൊണ്ട് കരുതപ്പെടുന്നു? സാധാരണയായി മദ്യം ഏതെങ്കിലും അളവിൽ ഉപയോഗിക്കുന്നത് രോഗത്തിനും ശരീരത്തിനും വളരെ ഹാനികരമാണ്. പ്രത്യേകിച്ച് പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾ മദ്യം ഉപയോഗിക്കരുത്. നമ്മൾ മദ്യം ഉപയോഗിക്കുമ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ സിക്രിഷൻ ഇത് വിസ്കസ് ആക്കുന്നു, അതായത് കട്ടിയാക്കുന്നു. അതിനാൽ സിക്രിഷൻ ശരിയായി നടക്കാറില്ല. മദ്യത്തിന്റെ മറ്റൊരു സൈഡ് ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇത് വീണ്ടും ശരീരത്തിൽ അണുബാധയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ആൽക്കഹോൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, പുകവലിയും ഒബീസിറ്റി പാൻക്രിയാറ്റൈറ്റിസിനെ എങ്ങനെ ട്രിഗർ ചെയ്യുന്നു? ആദ്യം പറയേണ്ടത്, പുകവലി അഥവാ നിക്കോട്ടിൻ നമ്മുടെ പാൻക്രിയാസിലെ മൈക്രോ സർക്കുലേഷനിൽ ബാധം സൃഷ്ടിക്കുന്നു, കൂടാതെ പലതരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഇത് ഇൻഡയറക്റ്റായി അണുബാധയെ, ഇൻഫ്ലമേഷൻ ഉണർത്തും, അതിനാൽ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒബീസിറ്റി പറയുമ്പോൾ അമിതവണ്ണം പലപ്പോഴും ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ ഉയരുന്നു. ഈ ഫാറ്റ്, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് കാരണം ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിക്കുന്നു, അതാണ് അണുബാധയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഒരു ഹെൽത്തി വെയ്റ്റ് നിലനിർത്തണം, നിങ്ങളുടെ ലിപിഡ് പ്രൊഫൈൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഇതിലൂടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടും, അതിനാൽ തന്നെ പാൻക്രിയാറ്റൈറ്റിസ് അറ്റാക്ക് റിസ്ക് കുറയുന്നു. അടുത്ത ചോദ്യം, പാൻക്രിയാറ്റൈറ്റിസിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗികൾ ദിവസേന എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ഹൈഡ്രേഷൻ ഇത്രയും ക്രിട്ടിക്കൽ ആണോ? പലപ്പോഴും എമർജൻസി റൂമിലും കാണാറുണ്ട്. ഡീഹൈഡ്രേഷൻ പാൻക്രിയാറ്റൈറ്റിസിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി മാറുന്നു.
കാരണം നമ്മുടെ എൻസൈം ഉത്പാദനം വ്യത്യസ്തമായി മാറുന്നു, ശരീരത്തിൽ നിന്ന് ടോക്സിനുകൾ പുറത്താക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം ദിവസേന 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഡീഹൈഡ്രേഷന്റെ കാരണത്താൽ ശരീരത്തിൽ അണുബാധയുണ്ടാകാം, എൻസൈമിന്റെ കോൺസെൻട്രേഷൻ, വിസ്കോസിറ്റി എന്നിവയും കൂടും, അതിനാൽ തന്നെ പലപ്പോഴും അറ്റാക്ക് ഉണ്ടാകാം. ശരീരത്തിലെ എല്ലാ ടോക്സിക് പദാർത്ഥങ്ങളും ശരീരത്തിന് പുറത്താക്കാൻ കഴിയുന്നില്ല, അതിനാൽ തന്നെ ഹൈഡ്രേഷൻ എല്ലാവർക്കും അത്യാവശ്യമാണ്. പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടോ ഇല്ലയോ, വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ചോദ്യം, ഡയറ്റിൽ നിന്ന് എന്തെല്ലാം ഒഴിവാക്കണം, എന്തുകൊണ്ടാണ് അത് വേണ്ടാത്തത്? ഞാൻ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ചില കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതായത് അത്യധികം എണ്ണ, ഫ്രൈഡ് ഫുഡ്, അധികം മസാലയുള്ള ഭക്ഷണങ്ങൾ, അധികം പഞ്ചസാര, ഉപ്പ്, പൊരിച്ചതും വറുത്തതും എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇവ ശരീരത്തിന് അധികം സ്ട്രെസ് നൽകുന്നു, ഇവ ശരീരത്തിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ എളുപ്പത്തിൽ ദഹിപ്പിക്കാവുന്ന ഭക്ഷണം സമയത്ത് കഴിക്കുന്നത് അത്യാവശ്യമാണ്. പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾക്ക് എൻസൈമുകളോ ഇൻസുലിനോ എപ്പോഴാണ് എടുക്കേണ്ടത്? ചിലപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ എക്സോക്രൈൻ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഫെയിലിയറുകൾ സംഭവിക്കാം. എക്സോക്രൈൻ ഫെയിലിയർ കാരണം ഭക്ഷണം ദഹിക്കാതിരിക്കുക, ബ്ലോട്ടിംഗ്, സ്റ്റീറ്റോറിയ, മലത്തിൽ കൊഴുപ്പ് കാണപ്പെടുക എന്നിവ ഉണ്ടാകുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈമുകൾ അത്യാവശ്യമാണ്. അതുപോലെ എൻഡോക്രൈൻ ഫെയിലിയർ മൂലം പ്രമേഹം നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ ഇൻസുലിൻ എടുക്കാനായി ഡോക്ടർമാർ നിർദ്ദേശിക്കും. ഇതിനെ ടൈപ്പ് സി ഡയബറ്റീസ് എന്ന് വിളിക്കുന്നു. പാൻക്രിയാറ്റൈറ്റിസ് കേസുകളിൽ ആ സാഹചര്യത്തിൽ ഡോക്ടർമാർ സാധാരണയായി നിങ്ങൾക്ക് ഇൻസുലിൻ നിർദ്ദേശിക്കും. ഇനി അടുത്ത ചോദ്യം, മാലബ്സോർപ്ഷനും വിറ്റാമിൻ കുറവും ക്രോണിക് രോഗികളിൽ ഇത്രയും സാധാരണമായത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിറ്റാമിനുകളിൽ എ, ഡി, കെ എന്നിവ ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിനുകളാണ്. പാൻക്രിയാറ്റൈറ്റിസ് രോഗികളിൽ ഫാറ്റ് ഉപഭോഗം വളരെ കുറവായിരിക്കുന്നു, അതിനാൽ ഈ വിറ്റാമിനുകളുടെ ആഗിരണം കുറയുന്നു. അതിനാൽ ഇവയുടെ കുറവിനെ തുടർന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഉദാഹരണത്തിന് വിറ്റാമിൻ എയുടെ കുറവിൽ പലതരം രോഗങ്ങൾ ഉണ്ടാകാം, കാഴ്ചയിൽ പ്രശ്നങ്ങൾ വരാം, ചിലർക്ക് പ്രതിരോധശേഷി കുറയാം. വിറ്റാമിൻ ഡി കുറവിൽ ഓസ്റ്റിയോപോറോസിസ് സാധ്യത വർദ്ധിക്കും, അസ്ഥികൾ ദുർബലമാകും, വീണ്ടും പ്രതിരോധശേഷിയിലും ബാധ ഉണ്ടാകും. വിറ്റാമിൻ ഇയും നിങ്ങളുടെ പ്രതിരോധശേഷിക്കും ഹൃദയാരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. വിറ്റാമിൻ കെയുടെ കുറവിൽ രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങൾ വരാം. അതിനാലാണ് ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിനുകളുടെ കുറവ് ഉണ്ടാകുന്നത്. അതിനാൽ ഡോക്ടർമാർ പലപ്പോഴും ഇവയുടെ സപ്ലിമെന്റേഷൻ നിർദ്ദേശിക്കും. അവസാനമായി, റിസ്ക് ഫാക്ടർ വ്യക്തമല്ലെങ്കിൽ ചികിത്സ എങ്ങനെ വേണം? പലരും റിസ്ക് ഫാക്ടറുകൾ കാണാറില്ല. മദ്യപാനം, ഗാൾസ്റ്റോൺസ്, ഉയർന്ന ട്രൈഗ്ലിസറൈഡ്, ജനറ്റിക് ഹിസ്റ്ററി, മരുന്നുകൾ എന്നിവകൾ ഉപയോഗിച്ചില്ലെങ്കിലും ഇത് വരും. അങ്ങനെയുള്ള കേസുകളെ ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയപ്പെടുന്നു. ഇവ ഇപ്പോൾ മിക്ക ആളുകളിലും കണ്ടുവരുന്നുണ്ട്. ഇതിന് കാരണം നമ്മുടെ ഭക്ഷണശീലവും ദിനരാത്രങ്ങളിലെ അശാസ്ത്രീയതയുമാണ്. ഇക്കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതരീതി, ഉറക്കം, ഭക്ഷണം, പെരുമാറ്റം എന്നിവയിലെല്ലാം പ്രത്യേക ശ്രദ്ധ വേണം. കൂടാതെ ചികിത്സാ പ്രോട്ടോകോൾ ശരിയായി പാലിച്ചാൽ ഇതിൽ നിന്ന് മുക്തി നേടാം. ഈ വീഡിയോയിൽ രോഗികളുടെ പ്രധാന സംശയങ്ങൾ, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, വെള്ളം കുടിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ, രോഗം വഷളാക്കുന്ന നിസ്സാര കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇതുകൂടാതെ പാൻക്രിയാറ്റൈറ്റിസ് പറ്റി മറ്റു സംശയങ്ങൾ, അതായത് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യരുത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ എഴുതാം. അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. നന്ദി.